നൂറ്റാണ്ടിനപ്പുറത്തെ ഓർമ്മകൾ ജനമനസ്സുകളിൽ കോറിയിട്ട് പാലക്കാട് വാടാനാംകുറിശ്ശി റെയിൽവേ ഗേറ്റ് എന്നേക്കുമായി അടച്ചിട്ടു. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന 10 പിന്നിട്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കി പുതിയതായി നിർമ്മിച്ച മേൽപ്പാലത്തിലൂടെ ഗതാഗതം സുഗമമായി ആരംഭിച്ചതോടെയാണ് റെയിൽവേ ഗേറ്റ് അടച്ചത്. വൈകാതെ ഗേറ്റ് എടുത്തുമാറ്റി ഇവിടെ ഗ്രിൽ സ്ഥാപിക്കും. ഇതോടെ ഏറെ തിക്കും തിരക്കുമുണ്ടായിരുന്ന ഈ പ്രദേശം ഇനി ഓർമ്മകളിൽ മാത്രമാകും. പതിറ്റാണ്ടുകളുടെ കഥകളും പറയാനുണ്ടാകും വാടാനാംകുറിശ്ശി റെയിൽവേ ഗേറ്റിന്. വർഷങ്ങളായി വാർത്തകളിലും മറ്റും നിറഞ്ഞു നിന്നിരുന്നു ഈ ഗേറ്റ്. പ്രളയകാലങ്ങളിൽ ഗേറ്റിനു സമീപത്തെ താഴ്ന്ന പ്രദേശത്തെ റോഡിൽ വെള്ളം കയറിയാൽ ഗതാഗതം തന്നെ മുടങ്ങിപ്പോകുന്ന അവസ്ഥ. കേരളത്തിലെ തന്നെ ആദ്യ റെയിൽപാതകളിലൊന്നാണ് ഷൊർണൂർ നിലമ്പൂർ പാത. 1921 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പാത ആരംഭിച്ചതെന്ന് രേഖകളിൽ പറയുന്നു. നിലമ്പൂരിലെ തേക്ക് കൊണ്ടുപോകാനായാണ് പാത ആരംഭിച്ചത്. ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള ഷൊർണൂർ നിലമ്പൂർ തീവണ്ടിപ്പാതയ്ക്ക് 66 കിലോമീറ്റർ നീളമാണുള്ളത്. തീവണ്ടിപ്പാത സ്ഥാപിക്കുമ്പോൾ തന്നെ വാടാനാംകുറിശ്ശി റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നു. നിലമ്പൂർ മുതൽ വാടാനാംകുറിശ്ശി വരെയുള്ള ഭാഗത്തെ യാത്രക്കാർ ഷൊർണൂരിലെത്തി വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്കും മറ്റും പോയിരുന്നത് ഈ റൂട്ടിലോടിയിരുന്ന തീവണ്ടികളിലാണ്. കാലക്രമേണ പാലക്കാട് ഗുരുവായൂർ പാത വിവിധ സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന റോഡായതോടെ വാഹന തിരക്കുമേറി. വാടാനാംകുറിശ്ശി റെയിൽവേ ഗേറ്റ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ വലിയ ദുരിത കേന്ദ്രമായി മാറുകയും ചെയ്തു. തുടർന്നാണ് വാടാനാംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം സ്ഥാപിക്കണമെന്ന മുറവിളിയും ഉയർന്നത്. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും പതിറ്റാണ്ടുകൾക്കിപ്പുറം പാലം യാഥാർത്ഥ്യമായി. മേൽപ്പാലം തുറക്കുന്നതിന് മുൻപ് ദിവസവും 16 തവണയോളം ഗേറ്റടവുണ്ടായിരുന്നു. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതും ഗേറ്റടവിന് മുൻപായി കടന്നുപോകാൻ മത്സരിക്കുന്ന സ്വകാര്യ ബസ്സുകാരുടെയും യാത്രക്കാരുടെയും ശ്രമങ്ങളുമെല്ലാം പതിവ് കാഴ്ചയുമായിരുന്നു. ഇന്ന് ഗേറ്റ് പരിസരം ആളൊഴിഞ്ഞ പൂരപ്പറമ്പിന് സമാനമാണ്. ജനങ്ങൾ ഇതുവഴി സഞ്ചരിക്കാത്തത് മൂലം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായി. ഓട്ടോ സ്റ്റാൻഡുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എങ്കിലും വലിയ ഒരു കാലഘട്ടത്തിന്റെ കഥകളുമായി വാടാനാംകുറിശ്ശി റെയിൽവേ ഗേറ്റ് ഇനി ചരിത്രത്താളുകളിൽ ഇടം പിടിക്കും. സഞ്ചരിക്കാൻ പുതിയ മേൽപ്പാലം ലഭിച്ചെങ്കിലും പഴമയുടെ ഗന്ധമുള്ള റെയിൽവേ ഗേറ്റിന്റെ ഓർമ്മകൾ വാഹനയാത്രികരിലും നാട്ടുകാരിലും എന്നും തങ്ങി നിൽക്കും.